കേട്ടോ. ഇപ്പം നിത്യ കല്യാണം ആണെങ്കിൽ അതിൻ്റെ മാക്സിമം കളർ കളക്ട് ചെയ്യണം. കലം വെട്ടിയാണെങ്കിൽ അതിനുള്ള മാക്സിമം കളർ കളക്ട് ചെയ്യണം. ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും സൈക്കോ സെഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ്. അതായത് നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികൾ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കവറിൽ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അത് അത് കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് ചെടി ഞങ്ങൾ ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആ ചെടികളൊക്കെ നടാം. അപ്പോൾ നമ്മൾ നടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ചെടി നടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഐറ്റമാണ് നിങ്ങൾക്ക് ഇങ്ങനെ നടുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ കുറേ നാളുകൊണ്ട് നമ്മുടെ ചെടികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. കലം വെട്ടിയല്ലേ? ഇതിന്റെ പേര് അറിയത്തില്ലേ? ഇതിന്റെ പേരെന്താണെന്ന് അറിയത്തില്ല. വാങ്ങിച്ച ഗാർഡനിലുള്ള ആടുത്ത് ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞേട്ടോ. ഇതിന്റെ പേര് ഇത് നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന്റെ ഒരു ഓറഞ്ച് കളർ കൂടെ ഉണ്ട് കേട്ടോ. അത് കിട്ടിയില്ല. അത് നമ്മള് പിന്നെ ഉള്ളത് അരിപ്പൂ. അത് ഓറഞ്ച് കളറാണ് കേട്ടോ. അത് ഇടയ്ക്ക് പട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെട്ട് കിട്ടിയതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളെല്ലാം നമുക്ക് കാട്ടിൽ നിന്നൊക്കെ കിട്ടിയതാണ്. കാട്ടിൽ നിന്നെടുത്ത് നമ്മൾ നട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി അതിങ്ങനെ വച്ചിരിക്കണ്ടെന്ന് വിചാരിച്ചു നമ്മൾ പഴയ കവറിലൊക്കെ ഇട്ടുണ്ട്. ഇത് നിത്യ കല്യാണി, ഇതിന്റെ വെള്ള ഉണ്ട് കേട്ടോ. ഇത് നമ്മളൊരു കാട്ടിൽ നിർത്തുന്നതാണ്. അപ്പൊ ഇതൊരു മഞ്ഞയാണ്, ഇത് വെള്ളയാണ്, ഇത് മഞ്ഞയാണ്. ഇത് ബാക്കി പൂക്കളൊക്കെ പൂത്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. വെള്ള മാടാമുല്ല ഇത് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ പോയി, ഇത് കൊറേ നാളായി നടണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇനി നമുക്ക് നടാം. നമ്മുടെ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ചാണകമായിട്ട് മിക്സ് ചെയ്തിട്ടേക്കുന്ന മണ്ണാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല തരിയൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ തന്നെ എടുത്ത മണ്ണാണ്. തരിയും കൂടെ ഉണ്ട് കേട്ടോ. ഒരു ഓവറായിട്ട് കട്ട പിടിക്കുന്ന ടൈപ്പ് മണ്ണല്ല കേട്ടോ. അതാണ്. പിന്നെ നമ്മൾ ചകിരി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചകിരി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓടിന്റെ പീസ് നമ്മൾ ചെടിച്ചട്ടിയിൽ എല്ലാത്തിനും നമ്മൾ 10 ഐറ്റം ചെടിയാണ് നടുന്നത്. 10 എണ്ണം 10 ചെടിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 10 ചെടിച്ചട്ടി എടുത്ത് വെച്ചു. ഇത് 15ന്റെയും 17ന്റെയും ചെടിച്ചട്ടിയാണ് കേട്ടോ. അതെ, ഇത് 15ഉം ഈ ഇരിക്കുന്നത് 17ഉം. ഇത് 15ആണ്. ഇത് 15ഉം പിന്നെ ഈ ഇരിക്കുന്നത് ഇത് അടുത്തടുത്ത് ഇത് 17ആണ് കേട്ടോ. ഇത് 17ആണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഒരെണ്ണം ഇരുന്ന ഒരു പഴയ ചെടിച്ചട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് നട്ടു തുടങ്ങാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിൽ എല്ലാത്തിലും ആയിട്ട് ചകിരി നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം തേങ്ങ കിട്ടുന്നത് കൊണ്ട് ചകിരിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ചകിരി വെക്കുന്നത് നല്ലതാണല്ലോ. ചകിരി ചോറിനേക്കാളും നല്ലത് ചകിരി ഉണ്ടെങ്കിൽ ചകിരി തന്നെ വെക്കുന്നതാണ് കേട്ടോ. എല്ലാ ചെടിച്ചട്ടിയിലും ചകിരി നിറച്ചിട്ട് നമുക്ക് ഒരുപോലെ നട്ട് വരാൻ കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും നമുക്ക് ആദ്യം ചകിരി വെച്ച് കൊടുക്കാം. എപ്പോഴും പറയുമ്പോൾ തന്നെ ഈ ചകിരി കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ചകിരി ഇല്ലാത്തവർക്ക് കരിയിലയും വെച്ച് കൊടുക്കാം കേട്ടോ. കരിയിലയും നല്ലതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്കിവിടെ ചകിരി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചകിരി വെച്ച് കൊടുത്തത്. ഇതാ കണ്ടോ, നമ്മുടെ 10 ചെടിച്ചട്ടിയിൽ നമ്മളിതാ ചകിരി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നിറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. മണ്ണിടുമ്പോൾ അത് ശരിയാകും കേട്ടോ. ഇനി അടുത്ത് നമ്മളെ ചെടി നമുക്ക് ഓരോന്നായിട്ട് കവറിൽ നിന്ന് എടുക്കാം. കണ്ടോ, ഒരു കാര്യം കാണിച്ചു തരാമേ. നമ്മൾ വാടാമുല്ല എടുക്കാനായിട്ടേ നടാനായിട്ട് എടുത്തപ്പോൾ അതിനകത്ത് മണ്ണിര ഇത് പോയി. ഇന്ന് ആദ്യം നമ്മൾ നടാനായിട്ട് എടുത്ത ചെടി നമ്മുടെ വാടാമുല്ലാണ് കേട്ടോ. നമ്മുടെ വെള്ള കളറിലുള്ള വാടാമുല്ല. അപ്പം നമ്മൾക്ക് ഇതുവരെയും ഇവിടെ നമുക്ക് ഗാർഡനിൽ വെള്ള കളർ നമ്മൾ വേറെ ഗാർഡനിലെങ്ങും പോയപ്പോൾ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് കണ്ടതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. മറ്റേതാണെങ്കിൽ സാധാ നമ്മളെ മറ്റേ മജന്ത കളറിലുള്ള വാടാമുല്ല എല്ലായിടത്തും നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇത് 25 രൂപയായിരുന്നു കേട്ടോ. ഇത് വാങ്ങിയപ്പോൾ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. മഴ കാരണമൊക്കെ നമ്മൾ നടാൻ താമസിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്ത ചെടിച്ചട്ടിയിൽ ഞങ്ങൾ നടാനായിട്ട് എടുത്തത് നമ്മുടെ നിത്യ കല്യാണിയാണ്. വിങ്കാ റോസ് എന്നൊക്കെയാണ് കേട്ടോ പേര്. ഇവിടെ ഞങ്ങളിവിടെ അട്ടനാറി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആരും അങ്ങനെ ചെടിയായിട്ട് നമ്മളെ ഈ നാട്ടിൻപുറങ്ങളിലൊന്നും ആദ്യം നടത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ യാദൃച്ഛികമായിട്ട് ഇതുപോലെ ഗാർഡനിലും അതുപോലെ 2-3 ഓഫീസുകളിലും വീടുകളിലൊക്കെ പോയപ്പോഴേ അവർ ചെടിച്ചട്ടി നട്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായി ഇതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന്. നമ്മളിവിടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ ഒരു കാട്ടുചെടി എന്ന രീതിയിലാണ് കേട്ടോ എല്ലാവരും കാണുന്നത്. ഗാർഡനിലൊക്കെ വില പോയി ചോദിച്ചാൽ 30 രൂപ 40 രൂപ 50 രൂപയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും നമ്മളിതാ നട്ടിട്ടുണ്ട് കേട്ടോ. നിത്യ കല്യാണി തന്നെ അതിൻ്റെ
അടുത്ത കളറാണ് കേട്ടോ ഇത്. വീഡിയോയിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ തന്നെ നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ. കവറിൽ എല്ലാത്തിലും നല്ലതുപോലെ വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അതിലെത്തും നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണിട്ട് കൊടുക്കാം. ഇതൊക്കെ ഏത് കാലാവസ്ഥയിലും നിൽക്കുന്ന ചെടികളാണ് കേട്ടോ. എപ്പോഴും പൂ കാണും. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത്. കാട് കയറുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ ഇത്. ഇതും അത് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പൂത്തു നിന്ന കളറിൻ്റെതാണ് കേട്ടോ ഇതും. അതും സെയിം തന്നെയാണ്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും വെട്ടി ഇതിൻ്റെ ഇതെടുക്കാൻ പറ്റും അല്ലേ. തൈകൾ എടുക്കാൻ പറ്റും, തൈ എടുക്കാൻ പറ്റും. കമ്പ് നട്ടാൽ പൊടിക്കുമല്ലോ. കമ്പ് നട്ടാലും പൊടിക്കും കേട്ടോ ഇത്. ഇതിൻ്റെ റെഡൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി നമുക്ക് ഗാർഡനിൽ നിന്നേ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ റെഡുണ്ട്, പിന്നെ പിങ്ക് നല്ല കളറുണ്ട്. അതൊക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സെക്ഷനായിട്ട് വാങ്ങിക്കാം. അടുത്തതായിട്ട് നമ്മൾ നടാനെടുത്തത് അരിപ്പൂവാണ് കേട്ടോ. ഇത് നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഇവിടെ നമ്മൾ കൊണ്ടുവച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വാടിയൊക്കെ പോയായിരുന്നു. പിന്നെ നമ്മൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് എടുത്തപ്പോൾ ഇപ്പം നല്ല ഇതായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇതൊരു ഓറഞ്ചും കളറാണ് കേട്ടോ. അരിപ്പൂ ഓറഞ്ച് കളറാണ്. പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരെണ്ണം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ യാത്രക്കിടയിൽ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ കവറിൽ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇപ്പം നടാനായിട്ട് ഞങ്ങളെടുത്ത ഈ ചെടിയുടെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേട്ടാ. ഒരു വെള്ള പൂവാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ്, പൂ നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് പേര് വീടുകളിൽ നട്ടിരിക്കുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ. ഇപ്പം കാട്ടിലെ പൂക്കൾ തന്നെയാണല്ലോ എല്ലാവരും ഗാർഡനിലൊക്കെ എടുത്ത് വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കിട്ടിയതാണ്. ഇനിയും എടുക്കാനായിട്ട് കുറേ ഉണ്ട് കേട്ടോ. നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെടിച്ചട്ടികളിലോട്ട് ആക്കിയിട്ട് ബാക്കി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. മുട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പൂത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതും നമ്മളിപ്പോൾ നട്ടതിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇത് മഞ്ഞ കളറിലുള്ള പൂവാണ്. ഇതിലും ഇപ്പം പൂവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല. പേര് ചിലപ്പോൾ നിങ്ങൾക്ക് പൂ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ പൂത്ത ശേഷം നമ്മളൊരു ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അറിയാമെങ്കിൽ പറയണേ കേട്ടോ. ഇതൊന്നും നമുക്ക് കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. മഞ്ഞ കളർ വന്നിട്ട് അതിൻ്റെ നടുക്കൊരു മെറൂൺ കളർ അല്ലേ ഏട്ടാ. അങ്ങനെയുള്ള ഒരു ചെടിയാണ്. സൂപ്പറാണ് കേട്ടോ. ഇത് അരിപ്പൂവാണ് കേട്ടോ. ഇത് റോസ് കളറിലുള്ള അരിപ്പൂവാണ്. ഇത് നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിയതല്ല, നമ്മൾ ഇവിടെ നിന്ന് കാട്ടിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കവറിലോട്ട് നട്ടില്ലായിരുന്നു, അല്ലാതെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് 2 ദിവസം വച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേ നല്ലതുപോലെ വേര് കിട്ടി കേട്ടോ. നല്ല വലുതായിരുന്നു. അത് നമ്മൾ വെട്ടി അതിൽ നിന്നൊരു പൊടിപ്പ് വന്നതാണ് കേട്ടോ. രണ്ട് ചെടിച്ചട്ടികളുണ്ട്. വീണ്ടും ഒരു പേരറിയ ചെടിയാണ് കേട്ടോ നടാനായിട്ട് എടുത്തിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ പേരറിയ ചെടിയും നട്ട കേട്ടോ. ഇത് പേരറിയില്ലെങ്കിൽ ഇതിൻ്റെ പൂ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഈ ചെടി നമ്മൾ വാങ്ങിയത്. ഇത് നമ്മുടെ 10ാമത്തെ ചെടിയാണ് കേട്ടോ നടുന്നത്. ഇത് നമ്മുടെ കലം വെട്ടിയാണ്. ഇത് ഒത്തിരി തവണ നമുക്കിവിടെ പൂത്ത കേട്ടോ. ഒരുപാട് തവണ നമ്മൾ വാങ്ങിയതിന് ശേഷം പൂത്ത കേട്ടോ. ഇത് എന്തോ കളറായിട്ടാ, മറ്റേ ലാവണ്ടർ കളർ അല്ലേ. ലാവണ്ടർ കളറിലുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ള നമ്മൾ 2-3 ഗാർഡനിൽ തിരക്കി, പക്ഷെ നമുക്ക് കിട്ടിയില്ല. കാരണം നമ്മളിത് പോയ സമയത്തൊന്നും മഴയായത് കാരണം പൂവില്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിയില്ല കേട്ടോ. ഇതാ നമ്മുടെ കലം വെട്ടി ചെടിച്ചട്ടിയിലോട്ട് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതും ഒരു കാട്ടു ചെടിയാണ്. ഇത് നമ്മൾ നട്ടതിൽ ഏറ്റവും കൂടുതലും നമ്മുടെ കാട്ടിലെ സുന്ദരികൾ തന്നെയായിരുന്നു കേട്ടോ. കാട്ടു ചെടിയാണ്, പക്ഷെ ഇത് കുറ്റിയായിട്ടേ നിൽക്കത്തുള്ളൂ. നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിയ ഇത് കുറ്റിയായിട്ടേ നിൽക്കുള്ളൂ. അല്ല കാട് പോലെ വളർന്ന് നല്ല പടർന്നു പോകുന്നതും ഉണ്ട് കേട്ടോ. 2 ഐറ്റം ഉണ്ട്. അങ്ങനെ നമ്മുടെ ഗാർഡനിലേക്ക് പുതിയ അതിഥികളായിട്ടുള്ള 10 ചെടികളെയും നമ്മൾ നട്ട് കഴിഞ്ഞ കേട്ടോ. ഇതിലെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ നമ്മളെ
ഈ നാട്ടും പുറത്തുനിന്ന് എടുത്തത് നമ്മുടെ വഴിയരികിലൊക്കെ നിന്നൊക്കെ നമ്മൾ എടുത്തതായിട്ടുള്ള ചെടികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു 2 3 മാത്രമേ 4 ചെടികൾ എന്തോ മാത്രമേ നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിയതായിട്ടുള്ളൂ അല്ലേ? ഇനി നമുക്ക് ഈ ചെടികളെല്ലാം തണലത്തോട്ട് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൻ്റെ ഈ സൈഡ് വാരത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ. ഇതാകുമ്പോൾ നല്ല തണൽ കിട്ടും. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞൊന്ന് വെള്ളമൊക്കെ വീത്തി കൊടുത്ത് അതൊന്ന് ഒന്ന് സെറ്റായ ശേഷം മാത്രം നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തോട്ട് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ 10 ചെടി നമുക്കിത് ഇതുപോലെ ഇവിടെ കൊണ്ടിങ്ങനെ വെക്കാം. ഈ തിട്ട ഞാൻ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനായിട്ട് മാറ്റിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. കണ്ടോ ഇതിങ്ങനെ. ഇനി ചെടിച്ചട്ടി വാങ്ങിയിട്ട് നടാനായിട്ട് കുറച്ച് ചെടികൾ ഇതാ നിൽപ്പുണ്ട് കേട്ടോ. 2-3 ഇൻഡോർ പ്ലാന്റുകളുണ്ട്, അല്ലാതെ കുറച്ച് ചെടികളും കൂടെ അതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് അടുത്ത് ചെടിച്ചട്ടി വാങ്ങിയിട്ട് വേണം ഇതൊക്കെ നമുക്ക് അടുത്ത് നടാനായിട്ട്. ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞ് ഗാർഡൻ എന്ന് പറയുന്നത്. ഇപ്പൊ അതെ നമ്മളിവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തേ ഉള്ളൂ. പിന്നെ തെറ്റി, പിന്നെ ഡയാന്തസ്, ഇത്ര ഐറ്റം ഇവിടെ ഉള്ളു കേട്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ അവിടെ നടാനുള്ളതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ ഈ നട്ട ഐറ്റംസ് പിന്നെ ഈ നട്ടിരിക്കുന്നതുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇവിടെ ഇത് നമ്മൾ ഇതിന്റെ വീഡിയോ നമ്മളെ പ്രത്യേകം ചെയ്യുന്നതായിരിക്കേ. റോസയുടെ ഇത് നമ്മൾ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നട്ട നമ്മുടെ ചെടിക്കെല്ലാം ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും മൂടുകളിൽ വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ടുള്ള വളങ്ങൾ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ഇടാം. ഇതുകൂടിയൊക്കെ ചെടികളാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും ഇപ്പോൾ എടുക്കാത്തത്. പിന്നെ എല്ലാ ഐറ്റത്തിൽ നിന്ന് നമുക്ക് 2-3 ഐറ്റം വെച്ച് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഇപ്പം നിത്യ കല്യാണമാണെങ്കിൽ അതിൻ്റെ മാക്സിമം കളറ് കളക്ട് ചെയ്യണം. കലം വെട്ടിയാണെങ്കിൽ അതിനുള്ള മാക്സിമം കളറ് കളക്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ പലതും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ആദ്യം അതുകൊണ്ടാണ് ഇനം തിരിച്ചാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ നോക്കണ്ട, ആദ്യം നമുക്ക് കിട്ടിയതൊക്കെ വെച്ച് അങ്ങ് നടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ സുന്ദരി ചെടികൾക്ക് എല്ലാവർക്കും വെള്ളമൊക്കെ വീത്തി കൊടുത്തേട്ടോ. എല്ലാ ചെടികൾക്കും നമ്മൾ വെള്ളമൊക്കെ വീത്തി കൊടുത്ത് തണലത്തെ വെച്ചിരിക്കണം കേട്ടോ. ചെടിയെല്ലാം നട്ട് കഴിഞ്ഞു. അതെ, ഇന്നത്തെ ചെടികളെല്ലാം നട്ടിട്ട് 10 ചെടി നമ്മൾ നട്ടിട്ടുണ്ട്. പുതിയ അതിഥികൾ നമ്മുടെ ഗാർഡനിൽ. അപ്പൊ ഇതേപോലെ നമ്മള് ഗാർഡൻ നിറയ്ക്കുന്നതായിരിക്കും. ഇവിടെ മൊത്തത്തില് കാട്ടുചെടികളാണ് നിറയ്ക്കുന്നത്. അതെ അതെ, നമ്മൾ ഇനിയിപ്പം വെറൈറ്റി ആയിട്ട് നമ്മള് ഇൻഡോർ പ്ലാന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാട്ടിൽ ഇനിയും കിടപ്പുണ്ട്. നോക്കിയാൽ ഇങ്ങനെ നോക്കുമ്പോ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു വരി അതെല്ലാം നമ്മൾ ബ്ലാക്ക് ചെടിച്ചട്ടിയാണ് കേട്ടോ വാങ്ങിയത്. ആദ്യം നമ്മൾ 4 വാങ്ങിച്ചത് ബ്രൗൺ കളറായിരുന്നു. പക്ഷെ എല്ലാരും പറയുന്നത് ബ്ലാക്ക് ആണ് നല്ലത്. അതുകൊണ്ട് നമ്മളിപ്പോ എല്ലാം ബ്ലാക്ക് കളർ ആക്കിയല്ലോ. അപ്പൊ എന്തായാലും നമ്മള് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. ഇതുപോലുള്ള വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.